വട്ടിയൂർക്കാവിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ആർ. ശ്രീലേഖ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാവുകയാണ്. നാളെ വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആർ. ശ്രീലേഖ ചുവരെഴുതി ഉദ്ഘാടനം ചെയ്യും. LDF-ൽ സിറ്റിംഗ് MLA VK പ്രശാന്തും UDF-ൽ K. മുരളീധരനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്ന പോരാട്ടവേദിയിൽ ആർ. ശ്രീലേഖ കൂടി കടന്നുവരുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറുകയാണ്. ബി.ജെ.പിക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള തലസ്ഥാന ജില്ലയിലെ മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ പല പ്രമുഖരുടെയും പേരുകൾ പല ഘട്ടങ്ങളിൽ ബി.ജെ.പിയിൽ നിന്ന് ഇവിടെ ഉയർന്നു കേട്ടിരുന്നു. കോർപ്പറേഷൻ മേയർ പദവി നൽകാതെ മാറ്റി നിർത്തിയ വേളയിൽ ആർ. ശ്രീലേഖയുടെ പേര് വട്ടിയൂർക്കാവിൽ സജീവമായി കേട്ടു. ഒടുവിൽ സാധ്യതാ പട്ടികയിൽ മുന്നിൽ നിന്നതും ശ്രീലേഖ തന്നെ. മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുവരെഴുതി ഉദ്ഘാടനം ചെയ്യുന്നത് ആർ. ശ്രീലേഖയാണെന്ന് ബി.ജെ.പി. നേതൃത്വം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. നേമത്തും രാജീവ് ചന്ദ്രശേഖറാണ് ചുവരെഴുതി ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം തീരുമാനമായിരിക്കുകയാണ്. ആർ. ശ്രീലേഖ വരുന്നതോടെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറുന്നു. LDF-ൽ സിറ്റിംഗ് MLA VK പ്രശാന്തും UDF-ൽ K. മുരളീധരനുമാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നോക്കിയാൽ ബി.ജെ.പി. ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്ന നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ തലസ്ഥാന ജില്ലയിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇക്കുറി പോരാട്ടം തീപാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.